നമ്മൾ ആക്സിയൽ പോയിന്റും അതുപോലെ തന്നെ ഇക്വിറ്റോറിയൽ പോയിന്റിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടെത്തേണ്ട ഇക്വേഷൻസ് ആയി നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇനി അടുത്ത് നമ്മളൊരു ഡൈപോളിന്റെ ഒരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് വയ്ക്കും. എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ വേണം രണ്ട് രീതി നമ്മൾ പറയാം. യൂണിഫോം ഫീൽഡ് പറയാറുണ്ട്, നോൺ യൂണിഫോം ഫീൽഡ്. അത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം. യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സെയിം ആണ്. ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം വാല്യൂ ആണെങ്കിൽ അതിന് യൂണിഫോം ഫീൽഡ് എന്ന് പറയും. എന്നാൽ വാല്യൂവിന് വ്യത്യാസം വരാം. ചില സൈഡിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു വാല്യൂ ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാറാം. അങ്ങനെ വരികയാണെങ്കിൽ അത് നോൺ യൂണിഫോം ഫീൽഡ് ആണ്. സോ ഇവിടെ നമുക്ക് ആദ്യം യൂണിഫോം ഫീൽഡ് എടുക്കാം. യൂണിഫോം ഫീൽഡിൽ ഞാൻ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡൈപോൾ എന്ന് പറയുമ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ്. 2a എന്ന ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഈ ഡൈപോളിനെ ചരിച്ചാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്, മുകളിലോട്ടേക്കാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ശ്രദ്ധിക്കാം, ഫീൽഡുമായി തീറ്റ ആംഗിൾ ചരിഞ്ഞാണ് ഈ ഡൈപോൾ ഇരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഈ ആംഗിൾ സ്പെസിഫൈ ചെയ്തിരുന്ന ഓർത്തോളം തീറ്റ ആംഗിൾ ചരിഞ്ഞാണ് ഈ ഡൈപോൾ ഇരിക്കുന്നത്. ഇനി ഡൈപോളിലോട്ട് ഇവിടെ മൈനസ് സൈഡ് പ്ലസ് സൈഡ്, ഇവിടെയുള്ള ചാർജ് മൈനസ് ക്യൂ പ്ലസ് ക്യൂ. ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അപ്പോൾ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിന്റെ എക്സ്പ്രഷൻ F ഈക്വൽ ടു Q. ഇത് എവിടെ നിന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ E ഈക്വൽ ടു F ബൈ Q എന്നൊരു ഫോർമുല എഴുതിയിരുന്നു. ആ ഫോർമുലയിൽ നിന്ന് വരുന്നതാണ് E ഈക്വൽ ടു F ബൈ Q. ഇനി ഒരു ഡൗട്ട് ക്ലിയർ ആവാൻ വേണ്ടി, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഇലക്ട്രിക്കൽ ഇക്വേഷൻ ഒന്നും എഴുതുന്നു. 1/4πε0 ക്യാപിറ്റൽ Q ബൈ R സ്ക്വയർ, ക്യാപിറ്റലോ സ്മോൾ. ഈ രണ്ട് ഇക്വേഷൻ ഓർമ്മയിൽ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എടുത്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ എടുത്തിട്ടുള്ള ഇക്വേഷനിലെ Q എന്ന് പറയുന്നത് സോഴ്സ് ചാർജ്. അതേസമയം നമ്മൾ E ഈക്വൽ ടു F ബൈ Qയിലെ സ്മാൾ Q എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജ്. ആ ഇക്വേഷൻ പറഞ്ഞ സിറ്റുവേഷൻ ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ. ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ സോഴ്സ് ചാർജും അതുപോലെ ഇത് ടെസ്റ്റ് ചാർജും ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയെന്ന് ഒന്ന് വ്യക്തമാണ്. ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇതിന്റെ മീനിങ് Q1 അതിന്റെ ഫീൽഡിലുള്ള ഒരു പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് Q2 എന്ന ചാർജ്. സോ Q1 ഈ ഒരു പർട്ടിക്കുലർ എ എന്ന പോയിന്റിലേക്ക് ഞാൻ Q2 എന്ന ചാർജിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എനിക്ക് കിട്ടും. അത് കാണാം. ഇത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ ഈ Q1 ഇതിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇത്. F Q1 Q2 എക്സേർട്ട് ചെയ്യുന്ന Q1 Q2 കൊടുക്കുന്ന ഫോഴ്സ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് എത്രയാണോ അത്. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടത് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈക്വൽ ടു F ബൈ Q. Q എന്ന് പറഞ്ഞ ഏതാണ്? കൊണ്ടുവരുന്ന ചാർജ്. കൊണ്ടുവരുന്നത് Q2. പരസ്പരം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനിൽ കിട്ടുന്നത് 1/4πε0 Q1 ബൈ R സ്ക്വയർ. ശ്രദ്ധിച്ചേ, ഇലക്ട്രിക് ഫീൽഡിൽ Q1 ആര്? സോഴ്സ് ചാർജ്. സോ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ചാർജ് സോഴ്സ് ചാർജും അതുപോലെ E ഈക്വൽ ടു F ബൈ Q എന്ന ഇക്വേഷനിൽ നമ്മൾ ടെസ്റ്റ് ചാർജിനെയാണ് ആ Q ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും മാറിപ്പോയത് ഇമ്പോർട്ടന്റ്. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാം. സോ നമുക്ക് ആ ഫോഴ്സിലേക്ക് വരാം. ഇവിടുത്തെ ഫോഴ്സ് പ്ലസ് QE, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് QE. രണ്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്തേണ്ട ഒരു ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ എന്തൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം ടോട്ടൽ ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ഡൈപോളിൽ എക്സേർട്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഫോഴ്സ്, മൈനസ് QE പ്ലസ് QE. എങ്കിൽ ടോട്ടൽ ആണ് രണ്ട് നമുക്ക് ആഡ് ചെയ്യാം. പ്ലസ് QE അതുപോലെ തന്നെ മൈനസ് QE. സോ ഒരിക്കലും ഇതിൽ എന്ത് ആക്ട് ചെയ്യില്ല? ഫോഴ്സ് ആക്ട് ചെയ്യില്ല. അപ്പൊ ഓർത്തിരിക്കുക, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ പ്ലേസ് ചെയ്താൽ അത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. മീൻസ് അതിന് ഫോഴ്സ് കിട്ടുന്നില്ല. ഫോഴ്സ് കിട്ടുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നാണ് കൺസെപ്റ്റ്. സോ ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് 0.
ഇനി ഫോഴ്സ് മാത്രമല്ല, അടുത്ത് നമ്മളൊരു ടേം കൂടെ പരിചയപ്പെടാൻ പോകുന്നത് ടോർക്ക് എന്ന് പറയും. റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ടോ എന്നാണ്. ടോർക്ക് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിന്റെ അതേ കാര്യം തന്നെയാണ്. ഫോഴ്സ് നമ്മുടെ ലീനിയർ മോഷനിലാണ് ഫോഴ്സിന് റോൾ. ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് കൊടുത്താൽ അത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലോട്ട് മാറിപ്പോകും. അതേസമയം ടോർക്ക് എന്ന് പറയുന്നത് ഏതൊരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്താലും അത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറില്ല, പകരം അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഫോഴ്സിന്റെ അതേ റോൾ ചെയ്യും, റൊട്ടേഷണൽ മോഷനിലാണെന്ന് മാത്രം. ലീനിയർ മോഷനിൽ ഫോഴ്സിനെ പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷനിൽ ടോർക്ക് പറയും. ലീനിയർ മോഷനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ റൊട്ടേഷണൽ മോഷനിൽ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ റൊട്ടേഷന് സഹായിക്കുന്ന ആളാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഈ ടോർക്കിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ടോർക്കിന്റെ എക്സ്പ്രഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. രണ്ട് ഫോഴ്സ് ഇവിടെ ഉണ്ടെങ്കിലും മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇപ്പോൾ ഇവിടെ ഉള്ളത് -QE, ഇവിടെ ഉള്ളത് +QE. അപ്പൊ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ QE എന്ന് എഴുതാം. വൺ ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്കിന്റെ ഫോർമുല. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഡൈപോള് എക്സ്റ്റേണൽ ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആദ്യം ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞു. ഇനി അതിന് ടോർക്ക് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. സോ നെക്സ്റ്റ് ഇവിടുത്തെ ടോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്തു, ഇവിടെ ഒരു ഫോഴ്സ് മുകളിലോട്ടേക്ക് ആക്ട് ചെയ്തു. മീൻസ് ഒന്ന് താഴോട്ടേക്ക്, ഈ ഫോഴ്സ് താഴോട്ടേക്ക്, ഇത് മുകളിലോട്ടേക്ക്, ഇതിനിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഞാനിപ്പോ മാർക്ക് ചെയ്തത്. ശ്രദ്ധിക്കുക, ഈ ഫോഴ്സ് താഴേക്ക്, അതുപോലെ തന്നെ ഈ ഫോഴ്സ് മുകളിലോട്ട്, ഇത് രണ്ടിനും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷനിൽ. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ. ഇത് കണ്ടെത്താൻ നമ്മുടെ മാത്സിൽ തന്നെ ഇവിടെ നമുക്കിപ്പോ സൈൻ തീറ്റ കൊടുക്കുക, കാരണം ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, സൈൻ തീറ്റ കൊടുക്കുക. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ഇത് എനിക്കറിയില്ല, ഞാൻ ഓപ്പോസിറ്റ് എന്ന് മാർക്ക് ചെയ്തു, OPT എന്ന് മാർക്ക് ചെയ്തു, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ കിട്ടി. എങ്ങനെയാ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു 2a sin തീറ്റ. ഈ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മുടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കാരണം മനസ്സിലാക്കുക, ഈ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, ഈ ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടിനും ഇടയിലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സൈഡാണ്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ പ്ലേസിൽ 2a sin തീറ്റ. ശരി, അപ്പൊ നമുക്കിനി ഇക്വേഷൻ. ഇനി ഞാൻ ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തേണ്. 2aq ഒന്നിച്ചെഴുതുന്നത് 2aq ഇൻറ്റു ഈ സൈൻ തീറ്റ. ഈ 2aq നമ്മൾ പഠിച്ചതാണ്. പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ഡൈപോൾ മൂവ്മെന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P. അങ്ങനെയാണെങ്കിൽ ടോർക്കിന്റെ എക്സ്പ്രഷൻ PE സൈൻ തീറ്റ, അല്ലെങ്കിൽ P വെക്ടർ ക്രോസ് ടോർക്ക് ഈക്വൽ ടു P വെക്ടർ ക്രോസ് E വെക്ടർ. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ, ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ടോർക്കിന്റെ എക്സ്പ്രഷൻ P സൈൻ തീറ്റ. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫോഴ്സ് ആക്ട് ചെയ്യില്ല, പക്ഷെ അതിന് എന്തുണ്ട്? ടോർക്ക് ഉണ്ട്. അതിന്റെ എക്സ്പ്രഷൻ ആണ് PE സൈൻ തീറ്റ. ഇനി ഇതിൽ തന്നെ സബായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, തീറ്റയ്ക്ക് നമ്മൾ 0 കൊടുക്കും. മീൻസ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പാരലൽ ഈ ഡൈപോൾ വരുന്നത്, രണ്ടും പാരലൽ, ഫീൽഡ് മുകളിലോട്ട് തന്നെയാണ്, ഈ ഡൈപോൾ നമ്മൾ ഇങ്ങനെ നൂത്ത് നിർത്തുക. അപ്പോഴാണ് തീറ്റ എന്ത് വരുന്നത്? 0 വരുന്നത്. ആ കണ്ടീഷൻ പോയി കഴിഞ്ഞാൽ ടോർക്ക് PE സൈൻ 0. സൈൻ 0 ആയത് കാരണം ടോർക്ക് അവിടെ 0. മീൻസ് ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും പാരലായിട്ട് നിന്നാൽ അവിടെ ടോർക്ക് ആക്ട് ചെയ്യും. ഇനി ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ട്, ഈ പറഞ്ഞ ഡൈപോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീറ്റ എത്ര കിട്ടും? 90 കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ട്, അതേസമയം ഡൈപോള് സ്ട്രൈറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കും. എങ്കിൽ തീറ്റ 90 കൊടുത്തു കഴിഞ്ഞാൽ PE സൈൻ 90. സൈൻ 90 1 ആയത് കാരണം ടോ ഈക്വൽ ടു P മാക്സിമം കിട്ടും. അപ്പൊ ഓർത്തിരിക്കുക, ടോർക്ക് ഒരു യൂണിഫോം ഫീൽഡിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡിൽ നമ്മൾ ടോർക്ക് അല്ലെങ്കിൽ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന 0, അതേ സമയത്ത് ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് തന്നെ മാക്സിമം വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫീൽഡും നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഡൈപോളും പരസ്പരം പെർപെൻഡിക്കുലർ ആവും. സോ നമ്മൾ പ്ലേസ് ചെയ്യുന്നപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ടേക്കാണ്, അതേ സമയത്ത് നമ്മൾ എടുക്കുന്ന ഡൈപോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിൽ
ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡൈപോൾ വന്നാൽ ഈ ഡൈപോൾ മാക്സിമം റൊട്ടേറ്റ് ചെയ്യും, മാക്സിമം ടോർക്ക് ഇതിൽ എക്സേർട്ട് ചെയ്യും. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യം. ഇനി നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നോൺ യൂണിഫോം ആവുമ്പോൾ ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡും ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡും സെയിം ആണ്. അങ്ങനെ വന്നാൽ ഈ QE അതുപോലെ തന്നെ അവിടുത്തെ പ്ലസ് Q പരസ്പരം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ ക്യാൻസൽ ചെയ്തതിന് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോയിന്റിലും ഒന്നായതുകൊണ്ട് ഇത് മൈനസ് QE, Q സെയിം ആണ്, Eയും സെയിം. ഇവിടെ പ്ലസ് Q, ഇവിടെ കിട്ടിയ അതേ Qന്റെ വാല്യൂ അതുപോലെ തന്നെ Eയുടെ വാല്യൂ സെയിം ആയതുകൊണ്ടാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഈസി ആയിട്ട് ഫോഴ്സ് 0 എന്ന് പറഞ്ഞ് മെയിൻ ചെയ്തു. പക്ഷെ നോൺ യൂണിഫോം ആകുമ്പോൾ ഇവിടത്തെയും ഇവിടെയും ഉള്ളതും ഫീൽഡുകൾ ഡിഫറൻറ്റ്. അങ്ങനെ വരുമ്പോൾ അത് ഒരിക്കലും 0 ആണ്. അപ്പൊ നോൺ യൂണിഫോം ഫീൽഡിൽ ഓർത്തിരിക്കുക, അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ടോർക്കും ഉണ്ടാവും. അപ്പൊ ഈ ഞാൻ പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾ ഓർമ്മയിൽ വരേണ്ട കാര്യം, ഒരു ഡൈപോളിനെ യൂണിഫോം ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ പ്ലേസ് ചെയ്താൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന 0, ടോർക്ക് ഉണ്ടാവും. ടോർക്കിന്റെ എക്സ്പ്രഷൻ PE sin θ. ഈ നോൺ യൂണിഫോം ഫീൽഡിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതില് ഫോഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ടോർക്കും ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു പോയിന്റ് ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗോസസ് തിയറം. ഗോസസ് തിയറം എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം അത് ഗോസസ് തിയറം പറയുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ ഞങ്ങൾക്ക് ലോങ് സ്ട്രെയിറ്റ് വയർ കിട്ടും, അത് യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ത്രൂ ഔട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഉള്ള ഒരു പോയിന്റ് P എന്ന പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണും. നമ്മളിപ്പോ പഠിച്ച രീതിയിൽ എന്ത് ചെയ്യും, ഇൻഫിനിറ്റിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. എന്നാൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാർജിന്റെ ഫലമായിട്ടുള്ള ഇന്ററാക്ഷൻസും അല്ലെങ്കിൽ ഫോഴ്സസ് കണ്ടെത്തി എല്ലാം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. നോർമലി നമുക്ക് പറ്റുന്നില്ല, കാരണം ഇൻഫിനിറ്റ് ലോങ് വയർ ആണെങ്കിൽ നമുക്കത് എത്ര ലെന്ത് എന്ന് പോലും അറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എളുപ്പത്തിൽ ചെയ്യാനൊരു മാർഗം കണ്ടെത്തിയത് ഗോസ് എന്നൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മെത്തേഡ് എന്താണ് നമുക്ക് ഇത് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു മെത്തേഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് ആപ്ലിക്കേഷൻ സൈഡിലേക്ക് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി ഗോസസ് തിയറത്തിലേക്ക് വരാം. അപ്പോൾ ഗോസസ് തിയറം പറയുന്നത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഏതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് എടുത്താലും അതിലെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് 1/ε0 ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ 1/ε0 ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്. മീൻസ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, ഈ ചാർജ് ധാരാളം ഫീൽഡ് ലൈൻസ് ഇതിന് ചുറ്റും പോയിക്കൊണ്ടിരിക്കും. ഈ ഫീൽഡ് ലൈൻസ് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പുറത്തോട്ട് പോകുന്നതെങ്കിൽ നമുക്കത് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ഫ്ലക്സ് ലൈൻസിന്റെ എണ്ണം അത് ഡിറ്റർമിൻ ചെയ്താണ് ഗോസ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ക്ലോസ്ഡ് സർഫസ് എടുത്താലും അവിടെ ഉള്ള ഫ്ലക്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു Q. ε0 വാല്യൂ ഉണ്ട് 8.85 ഇൻറ്റു 10⁻⁻12. സോ 1/ε0 Q. Q മീൻസ് ആ സിസ്റ്റത്തിൽ എത്രമാത്രം ചാർജ് ഉണ്ടോ. ഒരു ചാർജ് ആണെങ്കിൽ വെറും Q. ഇനി ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് ടോട്ടൽ ചാർജ് ആക്കി എഴുതാം. അതിനുവേണ്ടി നിങ്ങൾ ടെക്സ്റ്റിൽ ചിലപ്പോൾ ഒരു സമേഷൻ സിംബലും കൊടുത്തിട്ടുണ്ടാവും, മീൻസ് ടോട്ടൽ ചാർജ്. സോ ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടോട്ടൽ ഫ്ലക്സ് ഓൺ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്. ഈ മെത്തേഡ് വെച്ചാണ് നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ ഇൻഫിനിറ്റ് ലോങ് വയർ ഒക്കെ ഈസി ആയിട്ട് കണ്ടെത്തുന്നത്. സോ ഗോസസ് തിയറം ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്നാൽ ഗോസ് തിയറത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും ഒരു പോയിന്റ് തന്നിരുന്നാൽ നമുക്കത് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ആ പോയിന്റ് ഒരു ക്ലോസ്ഡ് സർഫസിലാവണം. ആ ക്ലോസ്ഡ് സർഫസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ ഗോസസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും അതില് ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ മസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, എങ്കിൽ മാത്രമേ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോ Q എന്നൊരു ചാർജ് ഞാൻ എടുക്കും. നമുക്ക് ഈ ഗോസസ് തിയറത്തിന്റെ പ്രൂഫിലേക്ക് വരാം. ഞാൻ ഇപ്പൊ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, phi = 1/ε0 Q. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ ഇപ്പൊ ഒരു Q എന്നൊരു ചാർജ് എടുത്ത് ഇതിന് എത്രയോ ഡിസ്റ്റൻസ് അകലെ, ഒരു ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ്. എനിക്ക് ആ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ ഈ പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം.
ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് കണ്ടെത്തും. അങ്ങനെ ഏത് പോയിന്റ് ആണോ നമുക്ക് കാണേണ്ടത് ആ പോയിന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലോസ്ഡ് സർഫസ് ഏത് വരയ്ക്കാൻ സാധിച്ചാലും നമുക്ക് അതെല്ലാം ഗോസ്സ് തിയറം അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഇനി ഗോസ്സ് തിയറത്തിന്റെ പ്രൂഫ്. ഇപ്പോൾ ഒരു ചാർജ് ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റിന്റെ ചെറിയൊരു പോർഷൻ, ചെറിയൊരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എസ്. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ട്. കാരണം ഇവിടെ ചാർജ് ഇരിക്കുന്ന ഈ ഏരിയയിലൂടെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അത് കാരണം ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ ഇവിടെ മാർക്കുന്നു. ഈ സർഫസിന് നോർമൽ ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സർഫസിന് നോർമൽ. കാരണം ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി ഈ ഡെൽറ്റ എസ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇന്റഗ്രൽ ഓഫ് ഈ ഡെൽറ്റ ഈ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സർഫസിന് നോർമൽ ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്ത സർഫസ് ഇത്രയാണെങ്കിൽ ഇതിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആരുള്ളത് ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ ഈ ഫ്ലക്സിന്റെ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ആണ് എന്താണ്? E = 1/4πε0 സോഴ്സ് ചാർജ് Q divided by r². 1/4πε0 Q/r² എന്ന ഈ ചാർജിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഫിനിറ്റിന്ന് ഒരു ചാർജ് കൊണ്ടുവച്ചു. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ഞാൻ കണ്ടെത്തി വെച്ചു. ഇതിന്റെ പ്രൂഫിന് വേണ്ടിയാണ് ഇതെടുത്തിട്ടുള്ളത്. ഈ എത്രയാണെന്ന് കണ്ടെത്തി. ഇനി ഫൈൻഡ് എക്സ്പ്രഷൻ ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ അല്ലെങ്കിൽ ഡോട്ട് ഡെൽറ്റ. ഡോട്ട് കിടക്കുന്നതുകൊണ്ട് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഡോട്ടിനെ എക്സ്പാൻഡ് ചെയ്യും. ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ എസ് കോസ് തീറ്റ. ഇനി ശ്രദ്ധിച്ച് തീറ്റ ആണെങ്കിൽ യും ഡെൽറ്റ എസും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ നമുക്ക് 0 ആണ്. ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ. അപ്പോൾ ഫൈൻഡ് എക്സ്പ്രഷൻ ഇരിക്കുമ്പോൾ ഡോട്ട് മാറി കിട്ടി. ഇവിടെ തീറ്റ 0 ആയതുകൊണ്ട് കോസ് 0 1 ആയതുകൊണ്ട് 1 കൊടുക്കുന്നില്ല. ഡെൽറ്റ എസ്. ഇനി ഇവിടുന്ന് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജ് ഉണ്ട്. ആ ചാർജിൽ നിന്ന് പോകുന്ന ഫീൽഡ് ലൈനാണ്. അതും യൂണിഫോം ആയിട്ട് എല്ലായിടവും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് മനസ്സിലാക്കിയിരിക്കുക. ഒരു ചാർജിന് തുല്യ അകലത്തിൽ ഉള്ള ഏതെങ്കിലും പോയിന്റ് നമ്മൾ എടുത്ത്, ഇപ്പൊ ഈ ചാർജിന് ഫീൽഡ് ലൈൻ ഇവിടെ പോകുന്നു, അതേ ഫീൽഡ് ലൈൻ തന്നെയാണ് ഈ പറയുന്ന ഓരോ പോയിന്റിലും നമുക്ക് കിട്ടുന്നത്. ഒരേ ഡിസ്റ്റൻസ് അകലെ ഉള്ളതായതുകൊണ്ട് ഇവിടെ എവിടെ എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ആയിട്ടുള്ള വസ്തു നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണ്ട. പകരം ഈ ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ എസ്. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസ് ആണ്. ഇത്രയാണ് ഡെൽറ്റ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇതൊരു സ്പിയർ ആണെങ്കിൽ സ്പിയറിന്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ 4πr². 4πr² എന്നത് ശ്രദ്ധിക്കണം. ഈ ഗോഷ്യൻ സർഫസ് ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ്. അങ്ങനെ സ്പെറിക്കൽ ആകുമ്പോഴേ നമുക്ക് ക്ലോസ്ഡ്, ഒരിക്കലും സർക്കിൾ ആയിട്ട് എടുക്കരുത്. സർക്കിൾ ഒരിക്കലും ക്ലോസ്ഡ് ഫിഗർ അല്ല. നമുക്കിതിനെ ഈ പോയിന്റ് ക്ലോസ്ഡ് ഫിഗറിലാക്കണമെങ്കിൽ ഇതൊരു സ്പെറിക്കൽ ഷേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ സ്പിയറിന്റെ ഏരിയ ഡെൽറ്റ എസ്, ഇതിനെ മാക്സിമം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഏരിയ മൊത്തം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 4πr². ഇനി ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 Q/r² ഇൻറ്റു ഇവിടുത്തെ 4πr². 4πr², 4πr² ക്യാൻസൽ ചെയ്താൽ ബാക്കി 1/ε0. ഫ്ലക്സ്. ഇതാണ് ഗോസ്സ് തിയറത്തിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ചില എക്സാമ്പിൾ ചോദിക്കും ഗോസ്സ് തിയറം വിത്ത് പ്രൂഫ് എന്ന് ചോദിച്ചാൽ ഇതേപോലൊരു ഫിഗർ വരച്ച് ഇത്രയും സ്റ്റെപ്പ് എഴുതണം. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ കിട്ടി. ഫ്ലക്സ് ഈക്വൽ ടു 1/ε0Q. അപ്പൊ ഓർത്തിരിക്കുക, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അല്പം മുമ്പ് വരെ കണ്ടെത്തിയത് ഓരോ പോയിന്റിലും ഇൻഫിനിറ്റിയിൽ ചാർജിനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് അതിന്റെ ഇന്ററാക്ഷൻ വെച്ചാണ് കണ്ടെത്തിയത്. പക്ഷെ ഇപ്പൊ എളുപ്പത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ പോയിന്റ് ഉൾപ്പെടുന്ന റീജിയൻ ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണ് നമ്മൾ സങ്കല്പിക്കുക. ആ ലൂപ്പിലെ മൊത്തം ഫ്ലക്സ് കണ്ടെത്താൻ ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. Phi = 1/ε0Q. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് കംപ്ലീറ്റ് കണ്ടെത്താം. ഇനി ഇതിന് 3 ആപ്ലിക്കേഷനാണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ. ചാർജ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക.
ഇപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതിനൊക്കെ ഒറ്റ ചാർജാണ് അല്ലെങ്കിൽ 2 ചാർജൊക്കെ പറയും. ഒരുപാട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പുതിയതായിട്ടൊരു 3 കാര്യം കൂടെ അറിയും. 3 കാര്യം എന്ന് പറയുന്നത് ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. ഒന്നാമത്തത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ. രണ്ടാമത്തത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ. നെക്സ്റ്റ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഡിനോട്ട് ചെയ്യുന്നത് റോ. ഇങ്ങനെ 3 ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. തിരിച്ചറിയാൻ എളുപ്പം. പേര് പോലെ തന്നെ ലീനിയർ, ഈ ഒന്നിന്റെ ലെന്ത് വൈസ് ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചാർജ് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു ഷീറ്റിന്റെ സർഫസിൽ മൊത്തം ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഏതെങ്കിലും ക്യൂബ് എടുത്ത് അതിനകത്താണ് ത്രൂ ഔട്ട് ചാർജ് വന്നിട്ടുള്ളത്. അത് നമുക്ക് +2 സിലബസിലില്ല, എന്നാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കും. അകത്ത് ത്രൂ ഔട്ട് ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കിവിടെ ആവശ്യമുള്ള ഇത് രണ്ടും, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനും സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഇവയുടെ ഇക്വേഷൻസ് വേണം. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലാംഡ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ലെങ്ത്. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലാംഡ ചാർജ് ഡിവൈഡഡ് ബൈ ലെങ്ത്. Then next surface charge distribution sigma equal to charge divided by area. ഏരിയക്ക് നിങ്ങൾക്ക് A കൊടുക്കാം അല്ലെങ്കിൽ S കൊടുക്കാം, ഡെൽറ്റ S കൊടുക്കാം. Then മൂന്നാമത്തെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ റോ എന്ന് പറയുമ്പോൾ ചാർജ് Q ഡിവൈഡഡ് ബൈ വോളിയം. നമുക്ക് അത്ര ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് അറിഞ്ഞാൽ മാത്രം മതി. ഇത് രണ്ടും നമുക്ക് അപ്ലൈ ചെയ്യണം. ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്ന 2 പ്രൂഫിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഒന്നാമത്തത് ഇതേപോലെ ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ കണ്ടെത്തണം. ഇപ്പൊ ഈ ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ കണ്ടെത്തണം. ഞാനിപ്പോ ഇവിടെ ഒരു P എന്നൊരു പോയിന്റ് എടുക്കും. ഈ P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് എനിക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഗോസസ് തിയറം.